മാസങ്ങൾക്ക് മുൻപാണ് ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷനും BJP MPയുമായ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ലൈംഗിക അതിക്രമത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഗുസ്തി താരങ്ങൾ സമരം തുടങ്ങിയത്. 6 വനിതാ ഗുസ്തി താരങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത FIRൽ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിൽ നിന്നും നേരിടേണ്ടി വന്ന ലൈംഗിക ചൂഷണത്തിന്റെ നിരവധി സംഭവങ്ങൾ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ബ്രിജ്ഭൂഷണെതിരെ നൽകിയത് വ്യാജ പീഡന പരാതിയാണെന്ന വെളിപ്പെടുത്തലുമായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പിതാവ് രംഗത്തെത്തി. ഇതോടെ ബ്രിജ്ഭൂഷന്റെ അറസ്റ്റിന് സാധ്യത മങ്ങിയിരിക്കുകയാണ്. തന്റെ മകളോട് നീതിപൂർവമല്ല ബ്രിജ്ഭൂഷൺ ഇടപെട്ടത്. മകൾക്ക് ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടാതെ വന്നതോടെ വിരോധം തോന്നി. അതിന് മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വ്യാജ പരാതി നൽകിയതെന്നും പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. പെൺകുട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബ്രിജ്ഭൂഷണെതിരെ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ മൊഴി മജിസ്ട്രേറ്റിന് മുന്നിലും ആവർത്തിച്ചിരുന്നു. എന്നാൽ ഏതാനും ദിവസം മുൻപാണ് പെൺകുട്ടി പുതിയ മൊഴി നൽകിയത്. ആദ്യ പരാതിയിൽ പറയുന്ന തരത്തിൽ ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടില്ലെന്നാണ് പിതാവിന്റെ വിശദീകരണം. എന്നാൽ ഗുസ്തി ഫെഡറേഷൻ വിവേചനം കാണിക്കുന്നെന്ന ആരോപണം പിൻവലിച്ചിട്ടില്ലെന്നും ആരുടെയും സമ്മർദ്ദത്തിന്റെ പുറത്തോ ഭയന്നിട്ടോ അല്ല മൊഴി മാറ്റിയത്. മൊഴി മാത്രമാണ് മാറ്റിയത്. കേസ് പിൻവലിച്ചിട്ടില്ലെന്നും പിതാവ് പറയുന്നു. കഴിഞ്ഞ വർഷത്തെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിനുള്ള ട്രയൽസിന്റെ ഫൈനലിൽ മകൾ തോറ്റതിന്റെ ദേഷ്യത്തിലാണ് ബ്രിജ്ഭൂഷണെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചതെന്നും FIRൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചിത്രം എടുക്കാനെന്ന വ്യാജേനെ ബ്രിജ്ഭൂഷൺ പെൺകുട്ടിയെ ശരീരത്തോടെ അമർത്തി നിർത്തി മോശമായി തൊട്ടു എന്നതടക്കമായിരുന്നു പെൺകുട്ടിയുടെ പിതാവ് നൽകിയ പരാതി. 2022 പെൺകുട്ടിക്ക് 17 വയസ്സുള്ളപ്പോഴാണ് ഈ അനുഭവം ഉണ്ടായതെന്നും FIRൽ പറയുന്നുണ്ട്. അതേസമയം പിതാവ് മൊഴി മാറ്റിയ സാഹചര്യത്തിൽ ബ്രിജ്ഭൂഷണെതിരെയുള്ള കേസുകളിലെല്ലാം വലിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്.